45 വർഷത്തിലധികമായി കരിസ്മാറ്റിക് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാസർഗോഡ് നിന്നുള്ള മേരി ചേച്ചി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ചേച്ചി, ഈ ഒരു മൂവ്മെന്റിലേക്ക് വരാനൊക്കെ ആയിട്ടുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? എൻ്റെ ഫാദർ മരിച്ചു 1980 ജൂലൈയിൽ ഫാദർ മരിച്ചു. അപ്പോൾ ആ ഒരു നിസ്സഹായതയിൽ എവിടെയെങ്കിലും ഒരാശ്രയം വേണം. അപ്പം മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തമ്പുരാനെ തേടി പോയതാണ്. അപ്പോൾ അങ്ങനെ അയൽ ഇടവകയിൽ നടന്നൊരു നവീകരണ ധ്യാനമാണ് കൂടിയത്. ആ ഒരു ധ്യാനത്തിന് ശേഷം അവിടെയാണ് ഞാനിപ്പോൾ പറഞ്ഞ വചനം കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാമത്തെ 30-ാമത്തെ വചനം പൗലോസിലെ പറയുന്നത്, എനിക്ക് എന്തിനെക്കുറിച്ചെങ്കിലും പ്രശംസിക്കണമെങ്കിൽ, അല്ല എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ 12-ാമത്തെ 9-ാമത്തെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലനോട് ഈശോ പറയുകയാണ്, അപ്പം നിനക്ക് എൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിലാണ് ശക്തി പ്രകടമാകുന്നത്. അപ്പോൾ ഈ 2 വചനങ്ങളാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ധ്യാനത്തിൽ ധ്യാനിച്ചത്. ആ വചനമാണ് ഇന്ന് ഞാൻ ധ്യാനിക്കുന്നത്. കാരണം എൻ്റെ ബലഹീനതയിലാണ് കർത്താവിനെ വഴി നടത്തുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ ഒരു ബലഹീനത ഉള്ളത് കൊണ്ട് കർത്താവിലുള്ള ആശ്രയത്വം എനിക്ക് ഭയങ്കരമാണ്. ഇപ്പോൾ ഒരു ചുവട് വെക്കണമെങ്കിൽ നിങ്ങളൊക്കെ വളരെ സ്പീഡിൽ പോകും, ഞാനൊരു സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ അപ്പോൾ തമ്പുരാനെ വിളിക്കും. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഉള്ളിലൊന്ന് ഉയരുമ്പോൾ ആരുടെയെങ്കിലും ഒരു കൈ കാണും, അത് പിടിക്കും, പോകും. അപ്പോൾ ആ ഒരു ആശ്രയബോധം, ഈ ഒരു കുറവെന്ന് പറയുന്നത് അതെനിക്ക് ഒരിക്കലും ഒരു ശാപമല്ല, ഒരിക്കലും ശാപമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്ന് എനിക്കതൊരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം തമ്പുരാൻ്റെ ഒരു പ്രൊട്ടക്ഷന് അല്ലെങ്കിൽ ഒരു പരിപാലന, ഒരു എന്താ പറയുക, തമ്പുരാൻ്റെ ഒരു കണ്ണെപ്പോഴും എൻ്റെ മേലുള്ളത് ഞാൻ ഫീൽ ചെയ്യുന്നതാണ് ഈ ഒരു വീക്ക്നെസ് കൊണ്ട്. അപ്പോൾ ആ ഒരു വചനമാണ് ഇന്നും എന്നെ വഴി നടത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഇടവകയിൽ വന്നു, അധികം താമസിയാതെ ഞാൻ അനുഭവിച്ച ആ ഒരു സന്തോഷം ബാക്കിയുള്ളവരോട് അനുഭവിക്കണമെന്നൊരു ധാരണയിൽ അധികം കഴിയാതെ അവിടെ ഒരു കരിസ്മാറ്റിക് ധ്യാനം സംഘടിപ്പിച്ചു. 100ഓളം പേര് കൂടി. അപ്പോൾ ആ 100 പേര് കൂടിയതിന് ശേഷം എല്ലാ ഞായറാഴ്ചകളും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി. 75-നും 100-നും ഇടയിൽ ആൾക്കാർ വരുമായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇടവകയിൽ ഫോം ചെയ്തു. പിന്നെ കിട്ടിയ അവസരങ്ങളിലും നവീകരണത്തിൽ എവിടെയെല്ലാം പ്രോഗ്രാമുകൾ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിയുണ്ടായിരുന്നു. ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് സ്റ്റാഫായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ലീവ് എടുത്ത് പോകാൻ പറ്റുന്ന സമയത്തുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു. ശരിക്കുള്ള പഠനവും ധ്യാനവും പ്രാർത്ഥനയും. പിന്നെ എൻ്റെ ഒരു ഏകാന്ത ജീവിതം എന്ന് പറഞ്ഞാൽ ഞാനൊരു സിംഗിളാണ്. അപ്പോൾ എൻ്റെ ഈ ഒറ്റപ്പെട്ട ജീവിതം ശാപമാണെന്ന് പറയുന്നത് ഞാൻ പറയും അതല്ല, ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒറ്റപ്പെട്ടെന്നുള്ള ജീവിതം. ഈ ഒറ്റയ്ക്കായിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കർത്താവിനെ കേൾക്കാനും ധ്യാനിക്കാനും വചനം പഠിക്കാനും വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ ഈ ഏകാന്തത ഒരുപാട് നമ്മളെ സഹായിക്കും. അല്ലാതെ വായിച്ച് പഠിച്ചു പോകാൻ ഗ്രൂപ്പിലായാലും പറ്റും, അല്ല ബഹളത്തിനായാലും പറ്റും. പക്ഷേ ഓരോ വചനത്തിൻ്റെയും ഒരു വാക്കിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ ഈ ഒരു ഏകാന്തത നമ്മളെ ഒരുപാട് സഹായിക്കും. പിന്നെ എൻ്റെ പുസ്തകം വായന, ഞാൻ നന്നായി പുസ്തകം വായിക്കും. കിട്ടുന്ന മിക്കവാറും പുസ്തകങ്ങളും വായിക്കും. അത് രാത്രിയിൽ ഒരു 2 മണിയാകുമ്പോൾ എഴുന്നേറ്റിരുന്ന് വായിക്കും. അപ്പോഴാണ് വായിക്കാനൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവുക. വായിച്ച് നോട്ട് എഴുതും. പിന്നെ ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ അതൊന്നുകൂടെ മറിച്ച് നോക്കിയിട്ട് അതിൽ നിന്നത്തെ പോയിൻറ്റ്സ് വാങ്ങും. വചനം പ്രഘോഷിക്കുമ്പോൾ വചനത്തോടൊപ്പം വിശുദ്ധരുടെ കൊട്ടേഷനും പിന്നെ ഇങ്ങനെയുള്ള കിട്ടുന്ന വായനയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത്, കാരണം മനുഷ്യർക്ക് കുറേ കൂടി അതൊരു സ്വീകരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറേ കൂടി വ്യക്തമായി. ഇപ്പോൾ ആഗസ്തീനോസിൻ്റെയൊക്കെ ആ ഒരു ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്ന വാക്കുകൾ അത് എത്രയാണെന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പരാൻ എന്ന് പറഞ്ഞാൽ ആഗസ്തീനോസിൻ്റെ ഒരു വാക്കുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ പറയുന്നതാണ്, ദൈവം സ്നേഹിക്കുന്ന ഒരാളെ എന്നതുപോലെ എല്ലാവരെയും ഒരാളെ എന്നതുപോലെ സ്നേഹിക്കുന്ന ആഗസ്തീനോസിൻ്റെ വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ എന്നതുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാളെ എന്നതുപോലെ. അതൊക്കെ ആ ഒരു വാക്കൊക്കെ കിട്ടിയാൽ നമ്മൾ ഇരുന്ന ദിവസങ്ങളോളം ആ ഒരു സ്നേഹത്തിന് മുന്നിൽ ഇരുന്ന് പോവുകയും. അപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യരെയും ഒരാളെ പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റുക? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് എൻ്റെ ദൈവാനുഭവമാണ്. ആ ഒരു ദൈവാനുഭവം എല്ലാവരിലേക്ക് എത്തണം എന്നുള്ള ചിന്തയിലാണോ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഇവിടം വരെ ഇന്ന് ട്രാവൽ ചെയ്ത് വരുന്നു? കെറിഗ്മ എന്ന് പറയുന്ന ഒരു പ്രാരംഭ സുവിശേഷ പരിശീലന പ്രോഗ്രാമാണ് കെറിഗ്മ എന്നൊരു വാക്കിൻ്റെ അർത്ഥം ഗ്രീക്ക് പദമാണ്. ഉറക്കെ പറയുക, വിളിച്ചു പറയുക, അങ്ങനെ ഉറക്കെ പ്രഘോഷിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ആ വാക്കെന്ന് പറഞ്ഞാൽ പ്രാരംഭ സുവിശേഷ പ്രഘോഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ KCSCയുടെ കെറിഗ്മ മിനിസ്ട്രിയുടെ കോഴ്സ് നടത്തുവാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സോണുകൾ സംഘടിപ്പിക്കുന്ന കെറിഗ്മ കോഴ്സിന് പോകും. 4-5 ദിവസം അവിടെ നിൽക്കും. രാവിലെ മുതൽ വൈകോളം രാത്രി വരെ ക്ലാസ് എടുക്കും.
അവർ സുവിശേഷം പറയേണ്ടത് എങ്ങനെ അത് പഠിപ്പിക്കും. അങ്ങനെ ഞാനിപ്പോൾ നെയ്യാറ്റിങ്കര മുതലിങ്ങനെ പ്രോഗ്രാം നടത്തി പോകുന്നുണ്ട്. കാരണം സുവിശേഷം പറയുമ്പോൾ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രതിബന്ധവും എനിക്കൊന്നും എനിക്ക് തടസ്സമല്ല.